അമീബിക് മസ്തിഷ്ക ജ്വരത്തിനുള്ള മരുന്ന് വിദേശത്ത് നിന്ന് എത്തിച്ചു. മിൽറ്റിഫോസിൻ എന്ന മരുന്ന് ജർമ്മനിയിൽ നിന്നാണ് എത്തിച്ചത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബാച്ച് മരുന്നുകൾ എത്തിക്കും. രാജ്യത്ത് ലഭ്യത കുറവുള്ള മരുന്നാണിതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസിനു വേണ്ടിയുള്ള മരുന്ന് ശ്രീ ഷംസീർ വയലിൽ VPS ഗ്രൂപ്പ് ഇപ്പോൾ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിനോടും അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അതിൽ നമുക്കറിയാം, അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് വളരെ അപൂർവമായിട്ട് ഉള്ള ഒരു രോഗമാണ്. പകർച്ചവ്യാധിയല്ല, എന്നാൽ വളരെ റെയറായിട്ടുണ്ടാകുന്ന, ആഗോളതലത്തിൽ തന്നെ വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇടയ്ക്കിടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇന്ന് കോഴിക്കോട്ട് 4 വയസ്സുകാരന് കൂടി അത് സ്ഥിരീകരിക്കുന്നു. അതിനിടയിൽ മരുന്നെത്തുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ആരോഗ്യവകുപ്പ് വിശദീകരിക്കുന്നത് എന്താണ്? MG പ്രതീഷ്. റിജിത്ത്, ആരോഗ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് തന്നെ വളരെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ഒന്നിലധികം കുട്ടികൾക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഈ രോഗത്തിന് പ്രത്യേകമായ ഒരു മരുന്ന് സാധാരണ ആരോഗ്യവകുപ്പിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. നിലവിൽ ഈ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന മിൽറ്റിഫോസിൻ മരുന്നാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച കുട്ടികൾക്ക് ഉപയോഗിക്കുന്നത്. അതിന് ആ മരുന്ന് സംസ്ഥാനത്ത് നിലവിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ജർമ്മനിയിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്ത് മരുന്ന് എത്തിച്ചത്. ഡോക്ടർ ഷംസീർ വയലിന്റെ നേതൃത്വത്തിലാണ് മരുന്ന് ആരോഗ്യവകുപ്പിന് അല്പസമയം മുമ്പ് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ഈ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള കുട്ടികൾക്ക് ഈ മരുന്ന് ഉപയോഗിക്കുമെന്നതാണ് നിലവിൽ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്ന കാര്യം. ഈ മഴക്കാലമായതോടു കൂടിയാണ് കൂടുതൽ പേർക്ക് ഈ രോഗം സ്ഥിരീകരിക്കുന്നത്. പ്രധാനമായും വെള്ളത്തിലൂടെ പകരുന്ന അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ അഴുക്കുചാൽ അല്ലെങ്കിൽ അത്രത്തോളം ഈ മലിനമായ ജലത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഇറങ്ങി കുളിക്കുമ്പോഴാണ് മൂക്കിലൂടെ ഈ വൈറസ് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് തലച്ചോറിനെയാണ് ഈ രോഗം ബാധിക്കുകയും ചെയ്യുന്നത്. ഇതിൽ പെട്ടെന്ന് തന്നെ രോഗം ബാധിക്കുന്ന വ്യക്തി ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട് ഈ രോഗത്തിന്. അതാണ് ആരോഗ്യവകുപ്പ് പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ കാണിക്കുന്നതും മരുന്ന് ഇവിടെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയതും. ആരോഗ്യവകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് മരുന്ന് എത്തിച്ചിരിക്കുന്നത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.